ഈ ചേച്ചി വിളമ്പിത്തരുന്ന സംഭവം എന്താണെന്നറിയോ? ദോശയല്ല, ആപ്പവുമല്ല, ഇഡ്ഡലിയാണോ ഇനി ദൊഡ്ഡലിയാണോ എന്നൊന്നും വിചാരിക്കേണ്ട. ഇതാണ് ഞങ്ങളുടെ സ്വന്തം രാമശ്ശേരി ഇഡ്ഡലി. അതിൻ്റെ കൂടെ കിട്ടുന്ന സംഭവങ്ങൾ സാമ്പാർ, രാമശ്ശേരി ഇഡ്ഡലിപ്പൊടി, പിന്നൊരു വെള്ള കളർ ചട്നി, ഇതാ നല്ല എരിവുള്ള ചുവന്ന ചമ്മന്തിയാണ് കേട്ടോ. അപ്പോൾ നല്ല ചൂടാന്ന രാമശ്ശേരി ഇഡ്ഡലിയും അതിൻ്റെ കൂടെ ഈ നല്ല എരിവുള്ള കാര ചമ്മന്തിയില്ലേ, അതൊരു സൂപ്പർ കോമ്പിനേഷനാണ് കേട്ടോ. എനിക്കിത് രണ്ടുമാണ് ഏറ്റവും ഇഷ്ടമുള്ള കോമ്പിനേഷനെ. പിന്നെ അതാ ചട്നി കുറച്ച് വെള്ളം പോലുള്ള ചട്നി ആയിരിക്കും. ഈ ചുവന്ന ചമ്മന്തി ഇല്ലേ, അത് നമുക്ക് പാഴ്സൽ വാങ്ങിക്കുമ്പോൾ തരില്ല കേട്ടോ. നമ്മൾ പോയി കഴിഞ്ഞാൽ ചുവന്ന ചമ്മന്തി അവിടെ ഇരുന്ന് കഴിക്കുന്നവർക്ക് തരുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ഇത്തവണ അവിടെ പോയി ഇരുന്ന് കഴിച്ചേ. പിന്നെ അവരുടെ പൊടി, എണ്ണ ആ വഴി കൂടി ഒഴുകിപ്പോയി, എന്നാലും കുഴപ്പമില്ല, അതെങ്ങനെയൊക്കെ മിക്സ് ചെയ്തു. ഇനി അങ്ങോട്ട് എന്താ പരിപാടി? ഇതാ ഇങ്ങനെ അറ്റാക്ക്, അത്ര മാത്രമേ ഉള്ളൂ. സത്യം പറയട്ടെ, ഈ രാമശ്ശേരി ഇഡ്ഡലി എത്ര എണ്ണം കഴിക്കുന്നൊന്നും പറയാൻ പാടില്ല കേട്ടോ. 2, 3 ഒക്കെ കഴിക്കുന്ന വഴിയാറില്ല. പിന്നെ രാവിലെ നേരത്തെ പോയി നല്ല സൂപ്പർ പഴംപൊരിയും ബജ്ജിയൊക്കെ കിട്ടും കേട്ടോ. ഇത് പാലക്കാട് രാമശ്ശേരിയിലുള്ള ഏറ്റവും പഴക്കമുള്ള കടയാണ് കേട്ടോ, ശ്രീ സരസ്വതി ടീ സ്റ്റാൾ. അപ്പോൾ പാലക്കാട് വരുമ്പോൾ കഴിക്കാൻ മറക്കണ്ട.